മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രിമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ മഹാലക്ഷ്മിനെയും കണ്ണനെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുട്ടം പണി കിട്ടുന്ന എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ മഹാലക്ഷ്മിയോട് പ്രതാപൻ്റെ അമ്മയും കരുണയും കാണിച്ച സ്നേഹമൊക്കെയും വെറും അഭിനയമായിരുന്നു എന്നുള്ളത് മോഹിനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം മഹാലക്ഷ്മിയെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയതിന് ശേഷം മോഹിനി ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നുണ്ട് കേട്ടോ. പ്രതാപേട്ട മോളെ കാണുന്നില്ല, മോളെയൊക്കെ എന്ത് പറ്റിയോ എന്നൊക്കെ പറഞ്ഞ് കരയുമ്പം പ്രതാപൻ്റെ അമ്മയും കിടന്ന് നല്ല ചിരിക്കുമ്പോൾ തന്നെ മോഹിനിക്ക് സംശയം തോന്നുന്നുണ്ട്. അപ്പം പ്രതാപൻ്റെ അമ്മയൊക്കെ മോഹിനിയോട് പറയുന്നുണ്ട്, നീ എന്താ കരുതിയത്? നിൻ്റെ ആ നശിച്ച മോളെ ഞങ്ങൾ സ്നേഹിക്കുന്നോ? നിന്നെ കമലേശ്വരത്തേക്ക് പറഞ്ഞു വിട്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത് തന്നെ അവളെ കമലേശ്വരത്ത് നിന്ന് ഒഴിവാക്കാനാണ്. അവൾ കമലേശ്വരത്ത് ഉള്ളിടത്തോളം കാലം ഞങ്ങളുടെ കർണമോൾക്ക് സന്തോഷം ഉണ്ടാവില്ല. അവളുടെ കീഴിൽ എൻ്റെ കുഞ്ഞ് ജീവിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് അവളെ കൊന്നു കളയാൻ ഞാൻ ആൾക്ക് കൊട്ടേഷൻ കൊടുത്ത് ഏൽപ്പിച്ചത്. ഇപ്പോൾ അവളെ പിടിച്ചുകൊണ്ടുപോയ ഗുണ്ടകൾ അവളെ എവിടെയെങ്കിലും കൊന്നിട്ടിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ മോഹിനി അത് കേട്ട് ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നുണ്ട്. അത് കഴിഞ്ഞ് മോഹിനി കണ്ണന് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. മോനെ ഇങ്ങനെ മഹിമോളെ കാണുന്നില്ല, ഇവരെല്ലാവരും കൂടി എൻ്റെ കുഞ്ഞിനെ എന്തോ ചെയ്തിട്ടുണ്ട്, മോൻ അതിനെക്കുറിച്ചൊന്ന് വേഗം അന്വേഷിക്കണം എന്നൊക്കെ പറയുമ്പം കണ്ണൻ മോഹിനിയോട് പറയുന്നുണ്ട്, അമ്മ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അമ്മ അവിടെ ഉള്ളവരോട് ആരോടും പറയുകയും വേണ്ട. മഹി ഒരു കുഴപ്പമില്ലാതെ എൻ്റെ അടുത്ത് സുരക്ഷിതമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. മഹിയെ ഒട്ടും ഇഷ്ടമല്ലാതിരുന്ന മഹിയുടെ അച്ഛനും മുത്തശ്ശിയും മഹിയെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയായിരുന്നു. അതുകൊണ്ട് ഞാൻ മഹിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവിടെ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ മഹിയെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്, ഞാൻ മഹിക്ക് കൊടുക്കാമെന്നും പറഞ്ഞു കണ്ണൻ മഹിക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി മോഹിനിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനിവിടെ എത്തിയിട്ടുണ്ട്, അമ്മ ഇതവിടെ ആരോടും പറയണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടാതെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പ്രിമോയുമായി വീണ്ടും കാണാം.